വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നൈറ്റ് റൂട്ടീനാണ് കേട്ടോ. നൈറ്റ് റൂട്ടീൻ പറയുമ്പോൾ ഒരു 6:30 തൊട്ട് 10:30 വരെ അല്ലെങ്കിൽ ഒരു 11 മണി വരെയുള്ള ഒരു നൈറ്റ് എന്താണെന്നൊക്കെയുള്ള കാര്യം കേട്ടോ ഞാൻ ഇന്നത്തെ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പം എന്താ എല്ലാവരും സുഖമായിട്ടും സേഫ് ആയിട്ടിരിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു. ഞാനവിടെ ഭയങ്കര സേഫ് ആയിട്ടാണ് ഇരിക്കുന്നത്, കുഴപ്പമൊന്നുമില്ല. മഴയും കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട്, മഴയ്ക്ക് വലിയ മാറ്റമൊന്നുമില്ല. അത് വെച്ച് 2-3 ദിവസം മുന്നത്തെ പോലെ നല്ല മഴയും കാര്യങ്ങളൊന്നുമില്ല. ഇടയ്ക്ക് മഴ പെയ്യും, ഇടയ്ക്ക് മഴ പെയ്യില്ല, അങ്ങനെ കേട്ടോ. കുഴപ്പമില്ല, സേഫ് ആയിട്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. എല്ലാവരും സേഫ് ആയിട്ടിരിക്കാം. ഓക്കെ, അപ്പം പിന്നെന്താ, അപ്പോൾ ഇപ്പോൾ ഒരു ടൈം 6:30 ആയിട്ടുണ്ട് കേട്ടോ. 6:30 ആയപ്പോൾ ഞാൻ കയറി വന്നു, ചായ കുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, മെല്ലെ കയറി വന്നു കേട്ടോ. അപ്പോൾ ഇതെൻ്റെ ചേട്ടൻ്റെ ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ സാധാരണ എന്താ പറയുക, ഹസ്ബൻഡിൻ്റെ ഡ്രസ്സ് ഇടുമ്പോൾ ഒരു കംഫർട്ട് അല്ലെങ്കിൽ ഒരു നല്ലൊരു ഫീലാണല്ലോ അത്. അപ്പോൾ ഞാൻ മഴയൊക്കെ ഇല്ലേ, സുഖമായിരിക്കും. അപ്പോൾ എന്താ, അപ്പോൾ ഞാൻ ഫസ്റ്റ് കയറി വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യണ ഒരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണാം. അപ്പോൾ ഒരു 6:30 അല്ലെങ്കിൽ ഒരു 6:45 അതും കഴിഞ്ഞിട്ട് ഞാൻ നിൽക്കാറില്ല കേട്ടോ. ഒരു 6 ടൈം ആകുമ്പോഴേക്കും ഞാൻ കയറും. പിന്നെ അത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇരുട്ടാവും. അപ്പോൾ അതുകൊണ്ട് ഇരുട്ടാവാൻ നിൽക്കില്ല, അതിന് മുന്നേ ഞാൻ കയറും. കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് ഞാൻ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കയറി വരുന്നിടത്ത് നമുക്കൊരു ഈശോൻ്റെ രൂപം ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ലൈറ്റ് കത്തിച്ച് വയ്ക്കും. അപ്പോൾ ആ ഒരു ടൈമിൽ മാത്രം നമ്മൾ കയറുന്ന ടൈം തൊട്ട് പോലെ ഇറങ്ങുന്ന ടൈം വരെ നമ്മളിവിടെ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു ടൈം വരെ ഈശോൻ്റെ രൂപം നമ്മൾ ലൈറ്റൊക്കെ കത്തിച്ച് വെച്ച് അങ്ങനെ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പം വന്ന വഴിക്ക് ഞാൻ ചെയ്യണത് അതാണ് കേട്ടോ. ലൈറ്റ് ഓൺ ആക്കിയിടും. അത് കഴിഞ്ഞ് ഞാൻ നേരെ റൂമിൽ കയറും കേട്ടോ. റൂമിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ഞാൻ ഫസ്റ്റ് തന്നെ കയറി അടിച്ചു വാരി അങ്ങനെയൊന്നുമില്ല കേട്ടോ. അങ്ങനെയൊന്നും ഞാൻ ചെയ്യാറില്ല. കയറി വഴിക്ക് ഞാൻ ഫസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ വെറുതെ ഇരിക്കും. ഞാൻ കുറച്ച് നേരം വെറുതെ ഇരുന്ന് അപ്പോൾ ഞാൻ ചേട്ടനെ വിളിക്കും. അപ്പോൾ ചേട്ടൻ ചിലപ്പോൾ വർക്കിലാവും. അപ്പോൾ ചേട്ടനെ വിളിച്ച് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞിട്ടൊക്കെ ഞാൻ ഈ പരിപാടിയിലേക്ക് കടക്കുള്ളൂ കേട്ടോ. മെയിനായിട്ട് കുളിക്കാനാണ് കയറണമെങ്കിലും ഞാൻ റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുക്കിയിട്ടിട്ട് ഞാൻ ഇറങ്ങാറുള്ളൂ. അങ്ങനെ അപ്പോൾ ഞാൻ കയറി. അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായി ഞാൻ ഇപ്പോൾ ചേട്ടൻ്റെ വീട്ടിൽ വന്നിട്ട്. അപ്പോൾ ഞാൻ ഇതുവരെ അടിച്ചു വാരിയിട്ടൊന്നുമില്ല. അപ്പോൾ പിന്നെ അപ്പോൾ കുറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് എപ്പോഴും എന്താ പറയുക, ഭയങ്കരമായിട്ട് പൊടി എന്ന് പറയാൻ മാത്രമൊന്നുമില്ല കേട്ടോ. ചെറുതായിട്ടൊരു കുറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളതൊന്ന് ക്ലീൻ ആക്കിയിടും, അത്ര തന്നെ ചെയ്യുള്ളൂ. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പൊടിയുള്ളതൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് അടിച്ചു വാരിയിട്ടിട്ട് അങ്ങനെ അത് ചെയ്യും കേട്ടോ. അതാണ് വന്ന് ചെയ്യുക. പക്ഷേ 2-3 ദിവസം കൂടുമ്പോഴൊക്കെ ഞാൻ അടിച്ചു വാരുള്ളൂ. ഇപ്പോഴും ഡെയിലി അടിച്ചു വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മാത്രമുള്ള പൊടിയും കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് ഡെയിലി അടിച്ചൊന്നും വരൊന്നുമില്ല കേട്ടോ. അതുപോലെ തന്നെ ആഴ്ചയിലൊക്കെ ഒരു ദിവസമൊക്കെ തുടയ്ക്കുള്ളൂ ഞാൻ. ഡെയിലി തുടയ്ക്കാന്ന് പറഞ്ഞാൽ നമുക്ക് കൂട്ടിയെ കൂടുന്ന സംഭവമല്ല. അതുകൊണ്ട് നമ്മളങ്ങനെ ഡെയിലി അങ്ങനെയൊന്നും ചെയ്യാറൊന്നുമില്ല കേട്ടോ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഇന്ന് ഇപ്പോൾ എണ്ണ തേച്ചിട്ട് തല കുളിക്കുന്നുണ്ട് കേട്ടോ. തല അതുപോലെ തന്നെ ഇപ്പോഴും എല്ലാ ദിവസവും കുളിക്കൊന്നുമില്ല, ഇടയ്ക്കിടയ്ക്ക് കുളിക്കും, അത്ര തന്നെ ഉള്ളൂ. അപ്പം ഈ എണ്ണ എന്ന് പറയണത് ചേച്ചി കാച്ചിയ എണ്ണയാണ് കേട്ടോ. അല്ലാണ്ട് പുറത്തുനിന്ന് മേടിച്ച എണ്ണയും കാര്യങ്ങളൊന്നുമല്ല. ചേച്ചി തന്നെ വീട്ടിൽ കാച്ചി എനിക്ക് കൊടുത്തയച്ചതാണ് കേട്ടോ. പിന്നെ ഇത് എണ്ണ തേച്ചിട്ട് ഞാൻ ഏകദേശം ഒരു 10-15 മിനിറ്റ് എണ്ണ ഒന്ന് പിടിക്കാനായിട്ട് ഇടും കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് കുളിക്കാനായിട്ട് കയറുള്ളൂ. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. അപ്പം ഒരു മറ്റേ ഗുഡ് വൈബ്സിൻ്റെ ഒരു നൈറ്റ് ക്രീം ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നൈറ്റ് മാത്രമല്ല ഇടാൻ പറ്റില്ല, നൈറ്റ് ക്രീമല്ലേ. പിന്നെ ഇടയ്ക്കും തലയ്ക്കൊന്നും എനിക്ക് തോന്നുന്ന ഒരു സംഭവമാണ് കുങ്കുമം ഇടാൻ അല്ലെങ്കിൽ സിന്ദൂരം ഇടാൻ. എന്താ കുലീനതയുള്ള പെൺകുട്ടിക്കായിട്ട് നടക്കണം എന്ന് ഇടയ്ക്കൊക്കെ തോന്നും. തോന്നുള്ളൂ, എപ്പോഴും തോന്നാറില്ല. ഇപ്പോൾ ഇവിടുത്തെ അമ്മയിൽ എൻ്റെ അടുത്ത് എപ്പോഴും ചോദിക്കും, ഇപ്പോൾ എവിടേക്കെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഫംഗ്ഷന് അല്ലെങ്കിൽ പള്ളിയിലേക്കോ അല്ലെങ്കിൽ പുറത്തേക്ക് പോകുമ്പോഴൊക്കെ എന്നോട് എപ്പോഴും ചോദിക്കുന്ന ഒരു സംഭവമാണ്, നീ എന്താ സിന്ദൂരം ഇടാത്തേ. സംഭവം എനിക്ക് എപ്പോഴും ഇടാൻ തോന്നാത്തൊരു സംഭവം കേട്ടോ. ഇപ്പോൾ ചേട്ടനുള്ളപ്പോഴാണെങ്കിലും ചേട്ടനോട് ചോദിച്ചിട്ടൊന്നുമില്ല, അമ്മ എപ്പോഴും ഇങ്ങനെ ചോദിക്കാറുണ്ട്, എന്താ നീ ഇടാത്തേ. അല്ലെങ്കിൽ ചേച്ചിയുടെ പിള്ളേരെന്നോട് ചോദിച്ചിട്ടുണ്ട്. ചേച്ചിയുടെ മീൻസ് ചേട്ടൻ്റെ പെങ്ങളുടെ പിള്ളേർ എന്നോട് ചോദിച്ചിട്ടുണ്ട്, ആൻറ്റി എന്താ സിന്ദൂരം ഇടാത്തേന്ന്. അപ്പം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണല്ലോ. ഇപ്പോൾ സിന്ദൂരം ഇടണോ വേണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് അനുസരിച്ച് ചെയ്യണതല്ലേ. ഇപ്പം എനിക്ക് അങ്ങനെ വലിയ താല്പര്യമില്ലാത്തൊരു സംഭവമാണ്. പക്ഷെ എന്നാലും എനിക്ക് ചില സമയങ്ങൾ തോന്നും. ഇപ്പോൾ സാരിയൊക്കെ എടുക്കുമ്പോൾ, സാരി മീൻസ് മറ്റേ അങ്ങനത്തെ സാരികളൊന്നുമല്ല, സാധാരണ മറ്റേ കസവുള്ള സാരികൾ അങ്ങനെയൊക്കെ എടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുങ്കുമം കാര്യങ്ങളൊക്കെ ഇടാനായിട്ട്. അങ്ങനെ ഞാനെല്ലാം കഴിഞ്ഞ് കുളിയും തേവാരമൊക്കെ കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. പുറത്തേക്ക് ഇറങ്ങി
ലൈറ്റും കാര്യങ്ങളൊക്കെ ഓഫ് ചെയ്തോ നോക്കും. എല്ലാ ലൈറ്റും കാര്യങ്ങളൊക്കെ ഓഫ് ചെയ്തിടും. ഓഫ് ചെയ്തിട്ടിട്ട് പിന്നെ നേരെ ഞാൻ താഴേക്ക് ഇറങ്ങും കേട്ടോ. അപ്പോൾ താഴേക്ക് ഇറങ്ങുന്ന ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 8 മണി ആകുമ്പോഴേക്കും ഞാൻ ഇറങ്ങും. അതുവരെ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. അതുവരെ എന്തെങ്കിലും ചെയ്യാൻ മീൻസ് അങ്ങനെയല്ല, എന്തെങ്കിലും ഉണ്ടാവും ചെയ്യാനായിട്ട്. അപ്പോൾ താഴെ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ആദ്യം കാണുന്നത് അമ്മ അവിടെ സീരിയൽ കാണുന്നുണ്ടാവും. 8 മണിയല്ലേ, 8 മണിക്ക് ആകുമ്പോഴേക്കും അമ്മയുടെ സീരിയലിൻ്റെ ടൈമാണ്. അപ്പോൾ ഇതിപ്പോൾ ഏതാ സീരിയലെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. ഇന്നലെ എടുത്ത വീഡിയോ ആണ്. അപ്പം ഇതേതോ ഒരു സീരിയലാണ്. കറക്റ്റ് പേരും കാര്യങ്ങളൊന്നും ഞാൻ സീരിയലൊന്നും കാണാറൊന്നുമില്ല കേട്ടോ. ഞാനിപ്പോൾ അമ്മ ഉള്ള സമയത്ത് ഞാൻ ചിലപ്പോൾ അപ്പുറത്തിരുന്ന് ചിലപ്പോൾ മൊബൈൽ നോക്കി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. അപ്പോൾ അത് കഴിഞ്ഞ് ഇപ്പോൾ ഒരു 9 മണി ആയിട്ടുണ്ട് കേട്ടോ ടൈം. 9 മണി ആകുമ്പോഴേക്കും അപ്പച്ചൻ വരും. അപ്പച്ചൻ വന്നു കഴിഞ്ഞാൽ അപ്പച്ചനെ ചായ ഉണ്ടാക്കണ സംഭവങ്ങളൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്ന് എന്താ പറയുക, മീനുണ്ടായിരുന്നു, അയിലക്കറി ഉണ്ടായിരുന്നു. അപ്പോൾ രാത്രിയിലേക്ക് വറക്കാനായിട്ട് കുറച്ച് സംഭവം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വറക്കാനായിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഓരോന്നോരോന്നായിട്ട് ഇട്ടിട്ട് അതും ചെയ്യുകയാണ്. അപ്പുറത്ത് ഞാൻ എന്തേ അപ്പച്ചനുള്ള ചായ വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ആൾ ഒരു ഉച്ചയ്ക്ക് 2 മണിക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ 3 മണിക്ക് പോവും. അത് കഴിഞ്ഞാൽ അപ്പോൾ ചായയും കാര്യങ്ങളൊന്നും കുടിക്കില്ല. അപ്പം രാത്രി വന്നിട്ടാണ് പിന്നെ ചായ കടിയും കാര്യങ്ങളൊക്കെ ആൾ കഴിക്കൽ. അപ്പോൾ ഞാൻ ചായ അപ്പുറത്ത് വെച്ചു. അപ്പോൾ അപ്പച്ചനോട് പറയണേ ഞാൻ അവിടെ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ ചില സമയത്ത് ഇവർ പറയും ഞാൻ ഇന്ന വീഡിയോയിൽ കണ്ടു എന്ന് പറയും. അപ്പോൾ അപ്പോൾ മുൻകൂട്ടി പറയാം ഞാൻ അവരുടെ അടുത്ത് വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ, നോക്കിയും കണ്ട് നടന്നോട്ടെ എന്നൊക്കെ പറയാണ്. അങ്ങനെ ദേ ചായ അവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മറ്റേ പഞ്ചസാരയും മറ്റേ എന്താ പറയുക ചായയിലും കാര്യങ്ങളൊക്കെ എടുക്കുക. അപ്പുറത്ത് ഞാൻ അപ്പച്ചനെ വെള്ളം, ഇപ്പോൾ മഴക്കാലമൊക്കെ അല്ലേ, അപ്പോൾ ചൂടുവെള്ളത്തിൽ കുളിക്കൽ. അതിന് മുന്നേ മഴക്കാലം അല്ലാണ്ട് വേനൽക്കാലത്തിൽ ചൂടുവെള്ളത്തിൽ കുളിക്കുന്ന കാര്യം എനിക്കറിയില്ല. ആൾ വെള്ളം ചൂടാക്കിയിട്ടാണ് കുളിക്കാറ്. അപ്പോൾ ഞാൻ ആൾക്കുള്ള വെള്ളം അവിടെ അപ്പുറത്ത് എടുത്ത് വെച്ചു. അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റേത് കയറ്റി വയ്ക്കാമല്ലോ എന്ന് വെച്ചിട്ട് ചായയിലും പഞ്ചസാരയും സംഭവങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞു. അങ്ങനെ ചായ ഒക്കെ തിളച്ച് കഴിഞ്ഞു കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ വെള്ളം വെച്ചു. അപ്പച്ചനുള്ള ചായ പിന്നെ ആറ്റി കൊടുക്കാനാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ മീൻ വറുത്തത് ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വെള്ളം ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ പ്രാർത്ഥന എത്തിക്കാൻ പോയിട്ടോ. അതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊന്നും ഞാൻ എടുത്തില്ല. പിന്നെ പ്രാർത്ഥന എത്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് വേഗം ഇരിക്കും കേട്ടോ. അധികം നേരമൊന്നും വെയിറ്റ് ചെയ്യാനൊന്നും നിൽക്കില്ല. അപ്പം മീൻ വറുത്തതുണ്ട്, അതുപോലെ തന്നെ ചിക്കൻ കറി ഉണ്ട് കേട്ടോ. ചിക്കൻ കറി ഉണ്ട്. പിന്നെ ഞങ്ങൾക്കുള്ള പ്ലേറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചു. ഇത് ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഇത് അടുക്കള വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 10:30 ആ ഒരു ടൈം ആയിട്ടുണ്ട് കേട്ടോ. 10:30 ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മരുന്ന് കഴിക്കാനാണ് നോക്കുക. അപ്പോൾ നമുക്ക് വിറ്റാമിൻ്റെ മരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അത് കഴിക്കുകയാണ്. അത് കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ റൂമിലേക്ക് വരും. ഞാൻ താഴെ കിടക്കാറ് കേട്ടോ, മുകളിൽ കിടക്കാറില്ല. താഴെ കിടക്കുമ്പോൾ എന്തെങ്കിലും വയറുവേദന എന്തെങ്കിലും വരുമോ എന്നുള്ളൊരു ടെൻഷനും കാര്യങ്ങളുണ്ട്. അപ്പോൾ കയ്യിലുള്ളത് കൊതുക് തിരിയാണ് കേട്ടോ. നല്ല കൊതുക് ശല്യം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കൊതുക് തിരിയാണ് കയ്യിലുള്ളത്. ഇത് കാൽസ്യത്തിൻ്റെയും അത് അയണിൻ്റെ ഗുളികയാണ്. അപ്പോൾ കാൽസ്യത്തിൻ്റെ ഗുളിക നമ്മൾ കാലത്തും അതുപോലെ തന്നെ അയണിൻ്റെ ഗുളിക നമുക്ക് നൈറ്റാണ് കേട്ടോ. അപ്പം കൂടുതൽ എനിക്ക് അയണിൻ്റെ ഗുളിക കഴിക്കാനാണ് ഇഷ്ടം. കാരണം അത് ചെറിയ ഗുളികയാണ്, അതുകൊണ്ട് അത് നൈറ്റ് കഴിക്കണ ഗുളികയാണ് കേട്ടോ. അപ്പോൾ അത് കഴിക്കാൻ എനിക്ക് കൂടുതൽ ഇഷ്ടം, ചെറുതായത് കാരണം. പിന്നെ കാലത്ത് കഴിക്കണ ഗുളിക എന്ന് പറയുന്നത് നല്ല വലിപ്പമുള്ള സംഭവം. അപ്പം എനിക്ക് ഫസ്റ്റ് ഈ സംഭവം ഗുളിക തന്ന് ഫസ്റ്റ് കഴിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ ചിലപ്പോൾ ഇത് ഇറങ്ങിയിട്ടുണ്ടാവുമോ, അങ്ങനെ ഗുളിക കഴിക്കാൻ പേടിയൊന്നുമില്ല എനിക്ക്. പക്ഷെ ഇത്ര വലിപ്പമുള്ള ഗുളിക കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു ഗുളികയുടെ കാര്യങ്ങൾ. ഇതാട്ടോ ഈ ഗുളികകളാണ് ഞാനിപ്പോൾ കഴിക്കുന്നത്. ഇപ്പോൾ 7th മന്തിൽ കഴിക്കുന്നത് ഈ ഗുളികകളാണ്. ഇപ്പോൾ 9 മാസം ഈ ഗുളിക തന്നെ ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം, അറിയില്ല കറക്റ്റ്. പിന്നെ നല്ല കാലുവേദനയും പുറം വേദനയും കാര്യങ്ങളൊക്കെ നന്നായിട്ടുണ്ട്. എല്ലാ ദിവസവും ഉള്ള പോലെ തന്നെയാണ് കേട്ടോ. നല്ല വേദനയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നല്ല കാല് കഴപ്പാണ്. അപ്പോൾ ഞാനിത് മൂവാണ് പുരട്ടണത് കേട്ടോ. സംഭവം എല്ലാവരും പറയും പുരട്ടാൻ പാടില്ല എന്നൊക്കെ പറയും, എന്നാലും ഞാൻ പുരട്ടും.